ഇപ്പോൾ ഇതുവരെ ഏറ്റവും കൂടുതൽ പരാതികൾക്ക് പാത്രമായിരിക്കുന്നത് മുകേഷാണ്. ഈ കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ ഷാജി എൻ കരുൺ കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി വരുന്നത് ഇദ്ദേഹമാണ് എന്നോർക്കണം. അദ്ദേഹം ഇനി അതിലുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു. അതിനപ്പുറത്ത് ഇങ്ങനെയാണ് സർക്കാരിന്റെ തോട്ട് പ്രോസസ്സ് പോകുന്നത്. എക്സാക്ട്ലി എന്താണോ പാർവതി പറഞ്ഞത് അതിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ അഭിമുഖീകരിച്ചത്. ഇപ്പോൾ ഈ തുറന്നു പറച്ചിലുകൾ വന്നതുകൊണ്ട് മുകേഷ് അത്തരം സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കും എന്നെങ്കിലും വിചാരിക്കാം. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് വളരെ ഡിസിസീവായ സമീപനങ്ങൾ എടുക്കാൻ കഴിയാതെ പോകുന്നത്? അതിന് പ്രതിബന്ധം എന്താണ്? ഞാൻ വിചാരിക്കുന്നു അത്തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഇല്ലാതെ വിചാരിക്കുന്നു, അഥവാ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ശാഠ്യം ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ട്. അതിനെ മറികടക്കുന്നത് ഞങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കമൻറ്റുകളിലേക്ക് കൗണ്ടറുകളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പാർവതി ആവട്ടെ, ഞാനാവട്ടെ, ജോളി ചിറയത്താവട്ടെ, ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് പറഞ്ഞാൽ അത് കേൾക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നു എന്നുള്ളത് അത് പ്രാഥമികമാണ് അഭിലാഷ്. പലപ്പോഴും ഞങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് അതേ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവേണ്ടുന്ന ഒരു സമയമായിട്ട് ഇത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന ഇപ്പം ജോളി ചെറിയത്ത് പറഞ്ഞതും ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതും ഏറ്റവും വലിയ, ഞാൻ ഇതിനു മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുള്ളതുമായ സിനിമയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു വലിയ ഒരു അർത്ഥതലം നിൽക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മളുടെ പ്രബുദ്ധമായ നമ്മളുടെ മനസ്സിന് ഇനിയൊരു വിജ്ഞാന ശാഖയില്ലാതെ വിനോദശാഖയില്ലാതെ അത് രണ്ടും ഏറ്റവും വലിയ പ്രൈമറി നീഡ്സിലേക്ക് എത്തപ്പെട്ടു. ആഹാരം, വസ്ത്രം, പാർപ്പിടം പോലെ പ്രൈമറി നീഡ്സിലേക്ക് എത്തപ്പെട്ട കാര്യമാണ് കേരളം പോലുള്ള ഒരു സമൂഹത്തിന് വിജ്ഞാനവും വിനോദവും. അവിടെ ഏറ്റവും ജനകീയമായ സിനിമ എന്ന് പറയുന്ന വിജ്ഞാന മേഖല ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ, കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ച പോലെ, അതൊന്നും അത്ര നിസ്സാരമായി കാണേണ്ട കാര്യമൊന്നുമല്ല. ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നല്ലോ ചെറിയ കാര്യങ്ങളൊക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതി. അത്തരം ചർച്ചകളുടെ ഒന്നും ഇടമല്ല ഇത്. നമുക്കിത് കക്ഷി രാഷ്ട്രീയ ചർച്ചകളുടെയും ഇടമല്ല. നമ്മളെല്ലാവരും ഒന്നിച്ച് മനസ്സിലാക്കുക, ഇവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനും നൗഷാദ് അലി സാറും ഒക്കെ ഉൾപ്പെടെയുള്ളവർ തീർച്ചയായിട്ടും സാംസ്കാരിക കേരളത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകത്തിൻ്റെ ചർച്ച നമ്മൾ നടത്തുമ്പോൾ നമുക്കത് പ്രോഗ്രസീവായിട്ടുള്ള വഴിയിൽ തന്നെ നീങ്ങണം. അതുകൊണ്ട് മുകേഷ് എന്ന് പറയുന്ന നടനെ ഇനി സിനിമ നയരൂപീകരണ സമിതിയിൽ ഉണ്ടാവും എന്ന് ഞാൻ തീരെയും വിശ്വസിക്കുന്നില്ല. 1% പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നിടത്ത് ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഒന്നിച്ചെടുക്കുന്ന ഒരു വാക്കാണ്. രണ്ടാമത്, ധാർമ്മികമായിട്ട് തന്നെ തീരുമാനിക്കപ്പെടണം. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ റിപ്പീറ്റ് ചെയ്ത് ഇത്ര ആരോപണങ്ങൾ വരുന്ന ആൾ മാറി നിൽക്കണം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക ഔന്നത്യം കേരളത്തിന് ഉണ്ടാവണം. അതും എൻ്റെ രണ്ടാമത്തെ അഭിപ്രായമാണ്. പക്ഷേ ഏറ്റവും ഇന്നിപ്പം ഞങ്ങളുടെ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച് തമിഴിലെ പ്രശസ്തനായ ഒരു റൈറ്റർ ഉണ്ടായിരുന്നു ഇവിടെ. പാർവതി പറഞ്ഞ അഭിപ്രായത്തോട് ചേർത്ത് വെക്കുകയാണ് ഞാൻ. കാരണം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഇത്രയും അല്ലേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെ ഒരു ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പേര് നടപടിക്രമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇത്രയല്ലേ പ്രതികരണങ്ങൾ വരുന്നുള്ളൂ. പക്ഷേ ഓഫ് കോഴ്സ് തമിഴ്, തെലുങ്ക് ഒക്കെ ഇതിൻ്റെ ഡബിൾ ഉള്ള ഇൻഡസ്ട്രികളാണ്, വലിയ ഇൻഡസ്ട്രികളാണ്. അതിൻ്റെതായ ബാഹുല്യം എല്ലാ തരത്തിലും അവിടെ ഉണ്ടാവും. പക്ഷേ ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ പോലും ശബ്ദമുയർത്താൻ പറ്റാത്ത രീതിയിൽ ഇതര ഭാഷാ സിനിമകൾ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സ്വയം വിമർശനം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ആ സൈഡിൽ വിടാം. കാരണം നമ്മൾ മലയാള സിനിമയെ തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പാർവതി പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഏറ്റവും നല്ല രീതിയിലേക്കുള്ള നമുക്ക് ശാഠ്യം തന്നെ ഉണ്ടാവണം. ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ പ്രോസസ്സിനോ മറ്റേതെങ്കിലും പ്രോസസ്സിനോ കാലതാമസം ഉണ്ടാവുകയും നിരുത്തരവാദപരമായി അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനൊക്കെ ഓരോ ചട്ടങ്ങളും ചിട്ടകളിലും തന്നെ പോകുന്നുണ്ട്. അഭിലാഷ് പറഞ്ഞു, ഇവിടെ നടക്കുന്നുണ്ട്, ദൈനംദിന പരിപാടികൾ നടക്കുന്നുണ്ട്. പരാതി സ്വീകരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഫയൽ ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് ഒന്നുകൂടി ആവർത്തിക്കുക, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫൈൻഡിങ്സിൽ മാധ്യമങ്ങൾക്കുള്ള ഒരു പങ്ക്, ഇവിടെ എത്തുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള ഒരു പങ്ക് വലുതാണ്. അപ്പോൾ ചർച്ചയ്ക്ക് നമുക്ക് അത്രയും ഒരു വലിപ്പത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നിങ്ങൾക്കത് പറ്റും. നിങ്ങളെപ്പോലുള്ള ആങ്കർമാർക്ക് തീർച്ചയായിട്ടും ആ ചർച്ചയുടെ ഒരു വലിപ്പം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.